+1 സ്കൂളിൽ ഓണം എക്സാം നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പല പേരുകളിലും സ്കൂളിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഹിസ്റ്ററി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് ഹിസ്റ്ററി നടക്കാനുണ്ടായിരിക്കും. അപ്പോൾ +1 ഹിസ്റ്ററിയിലെ 3 ചാപ്റ്ററാണ് നമ്മൾ ഒരു ഓണം എക്സാമിന് പൊതുവെ എല്ലാ സ്കൂളുകളിലും ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആ 3 ചാപ്റ്ററിനും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഫോർ ഓണം എക്സാം ഇസ് മീ നാഫി ഫ്രോം എഡ്യൂപോർട്ട് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ തവണ ഓണം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലെ എഴുത്ത് സമ്പ്രദായത്തെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇത് പഠിച്ചോ മക്കളെ, ഇത് പഠിച്ചോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ ഓണം എക്സാം കഴിഞ്ഞെങ്കിലും ക്രിസ്മസിന് ഈ ചോദ്യം ഉറപ്പാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ എന്താ എഴുതേണ്ടത്? റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂണിഫോം ആണ്. അപ്പോൾ ക്യൂണിഫോം എന്താ നിങ്ങൾ ആദ്യം എഴുതണല്ലോ. എന്താടാ ക്യൂണിഫോം? ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ക്യൂനസ് മീനിങ് വെർച്ച് ആൻഡ് ഫോമ മീനിങ് ഷേപ്പ് അല്ലേ. അപ്പോൾ ക്യൂനസ് ഫോമ എന്ന് പറഞ്ഞാൽ 2 ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് വന്നത്? ക്യൂണിഫോം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ആ ക്യൂണിഫോമിൽ എന്താടാ? പിക്ചേഴ്സ് ലൈക്ക് സൈൻസ് ആൻഡ് സിമ്പിൾസ് ആണല്ലോ. അതായത് എന്താണ്? അക്ഷരങ്ങളല്ല, പകരം ചിഹ്നങ്ങളും അടയാളങ്ങളുമാണ് എന്തിൽ ഉപയോഗിച്ചത്? ക്യൂണിഫോമിൽ ഉപയോഗിച്ചത്. 3200 BC വെച്ചിട്ടാണ് എഴുത്ത് സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ അവർ എന്തിൻ്റെ മുകളിൽ എഴുതിയത്? ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ, കളിമൺ അല്ലേ. കളിമൺ, നനഞ്ഞ കളിമണ്ണിന്റെ ഫലകങ്ങൾക്ക് പുറത്ത് റീഡ് അഥവാ എഴുത്താണി ഉപയോഗിച്ചിട്ടാണ് അവർ എഴുതിയത്. ഇത് എഴുതാന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈലി സ്കിൽഫുൾ ജോബ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ ഏറ്റവും റെസ്പെക്ട്ഫുൾ ജോബ് ഏതായിരുന്നു? യൂണിഫോം റൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഓരോ ടാബ്ലറ്റ് വേണമായിരുന്നു. ഞാനും നിങ്ങളും മറ്റൊരാളും അങ്ങനെ ഓരോരുത്തരും തമ്മിലുള്ള ഇടപാടിന് എന്ത് വേണ്ടിയിരുന്നു? ഡിഫറെൻറ്റ് ടാബ്ലറ്റ്സ് അഥവാ ഫലകങ്ങൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഫൈൻഡ് ഹൺഡ്രഡ്സ് ഓഫ് യൂണിഫോം ടാബ്ലറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. പിന്നെ അത് മാത്രമല്ല, എന്താണ്? സിമ്പിൾസ് അഥവാ ചിഹ്നങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ യൂണിഫോം എന്തിനൊക്കെയാണ് യൂസ് ചെയ്തത്? ഒന്ന് കീപ്പ് ഇൻ റെക്കോർഡ്സ്, രേഖകൾ സൂക്ഷിക്കാൻ, മേക്കിംഗ് ഡിക്ഷണറീസ്, നിഘണ്ടുകൾ നിർമ്മിക്കാൻ, ഗിവിൻ ലീഗൽ വാലിഡിറ്റി ടു ലാൻഡ് ട്രാൻസ്ഫർ, ഭൂമി കൈമാറ്റത്തിന് നിയമപരമായ സാധു നൽകാൻ, നരേറ്റിംഗ് ദ ഡീഡ്സ് ഓഫ് ദി കിങ്, രാജാക്കന്മാരുടെ പ്രവൃത്തികൾ വിവരിക്കാൻ, ആൻഡ് അനൗൺസിംഗ് ദ ചേഞ്ചസ് ഇൻ ദ കിങ് ആൻഡ് മെയ്ഡ് ഇൻ ദ കസ്റ്റമറി ലോസ് ഓഫ് ദി ലാൻഡ്, രാജ്യത്തെ രാജാവ് ആചാര നിയമങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതിയാലൊക്കെ യൂണിഫോം നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? സെറ്റ് ആവുള്ളൂ കേട്ടോ. അടുത്ത ദിവസം എന്താണ്? അടുത്തത് ഓർത്ത് വെച്ചോ. ഓണം എക്സാം സ്കൂൾ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം ഉറപ്പാണ്. ഇവാലുവേറ്റ് ദ ചീഫ് ഫീച്ചേഴ്സ് ഓഫ് ദി സിറ്റി ഓഫ് മാരി ഇൻ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലെ മാരി നഗരത്തിന്റെ സവിശേഷതകൾ വിലയിരുത്തുക. ഏതാണ് മാരിയുടെ പ്രത്യേകത? എന്താ? മാരീസ് ലൊക്കേറ്റഡ് ഇൻ ദ യൂഫ്രട്ടീസ് ഇൻ എ പ്രൈം പൊസിഷൻ ഫോർ ട്രേഡ് അല്ലെ. യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് മാരി സ്ഥിതി ചെയ്യുന്നത്. വുഡ്, കോപ്പർ, ടിന്ന്, ഓയിൽ, വൈന്, അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു? ഈ മാരിയിലേക്ക് അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയയിലേക്ക് ആളുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊരു ചെക്ക് പോയിന്റ് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് പോലെയായിരുന്നു എന്തുണ്ടായിരുന്നു? മാരി. അതായത് മെസപ്പൊട്ടോമിയയിൽ നിന്ന് ബാക്കിയുള്ള കൺട്രീസ് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ മെസപ്പൊട്ടോമിയയിലേക്ക് ഒരു എൻട്രൻസ് പോയിന്റ്, ഒരു ഗേറ്റ് ആയിരുന്നു എന്ത്? മാരി എന്ന് പറയാം. അപ്പോൾ മെസപ്പൊട്ടോമിയയിലേക്ക് ഈ സാധനങ്ങളുമായിട്ട് വരുന്ന എല്ലാ കപ്പലുകളും എവിടെ നിർത്തും? മാരിയിൽ നിർത്തുമായിരുന്നു. ഇത് മാരിയിൽ ഓഫീസേഴ്സ് എന്ത് ചെയ്യും? ഈ കപ്പലുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് ആകെയുള്ളതിന് 1/10 എന്ത് ചെയ്യും? ടാക്സ് ആയിട്ട് അവർ കളക്ട് ചെയ്തിരുന്നു. ഈ ടാക്സ് ആയിരുന്നു എന്ത്? മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് മാരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടാക്സ് കളക്ട് ചെയ്തിട്ടാണ് എന്തായത്? മാരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് സെൻറ്റർ ആയിട്ട് മാറിയത്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ആ പോയിന്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടോ? പോയിന്റ് ഔട്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ ഇൻ ദ ഫീൽഡ് ഓഫ് ടൈം റെക്കോർഡിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് അല്ലെ. സമയം കണക്കാക്കൽ, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ ചൂണ്ടിക്കാണിക്കുക. ഇത് രണ്ടും പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം റെക്കോർഡിംഗ് അതായത് സമയം കണക്കാക്കുന്നതിലും മാത്തമാറ്റിക്സ് അഥവാ ഗണിതശാസ്ത്രത്തിനുമുള്ള മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവന വിവരിക്കാനാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിച്ചോ, മെസപ്പൊട്ടോമിയയുടെ കോൺട്രിബ്യൂഷൻ ഒന്ന് മാത്സിലാണ്, രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ എന്താണ്? ടൈം റെക്കോർഡ്, ഒരു കലണ്ടർ. ആദ്യമായിട്ട് വേൾഡിലേക്ക് ഒരു കലണ്ടർ കൊണ്ടുവന്ന ആരാ? മെസപ്പൊട്ടോമിയക്കാരാ. ബേസ്ഡ് ഓൺ ദ റെവല്യൂഷൻ ഓഫ് ദി മൂൺ അറൌണ്ട് ദി എർത്ത്, ഭൂമിക്ക് ചുറ്റും എങ്ങനെയാണ് ചന്ദ്രൻ കറങ്ങുന്നത് അതിനടിസ്ഥാനമാക്കി ഒരു കലണ്ടർ കൊണ്ടുവന്നു. മാത്സിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ക്വയർ റൂട്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. സോ ഇതും എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സിലെ ചന്ദ്ര സൂര്യഗ്രഹണങ്ങളുടെ ചലനങ്ങളൊക്കെ എഴുതി വെച്ചതും ആരാണ്? മെസപ്പൊട്ടോമിയൻസ് ആണ്. അടുത്തത് ഈ റോമൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള
ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഏർലി റോമൻ എംപയർ ഡിസ്ക്രൈബ് ബൈ ടാസിറ്റസ്. ടാസിറ്റസ് വിവരിച്ച ആദ്യകാല റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹിക ഗ്രൂപ്പുകൾ വിശദീകരിക്കുക. ഏറ്റവും ടോപ്പിൽ ആരാളുള്ളത്? സെനറ്റേഴ്സ് അഥവാ സെനറ്റർമാരാണ്. അവർക്ക് താഴെ ആരാളുള്ളത്? നൈറ്റ്സ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരാണ്. അവർക്ക് താഴെ ആരാളുള്ളത്? മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗമാണ്. അവർക്ക് താഴെ ആരാളുള്ളത്? ഹ്യൂമിലിയോറസ് ആണ്. ഏറ്റവും താഴെ ആരാളുള്ളത്? സ്ലേവ്സ് അഥവാ അടിമകളാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദ സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോമൻ എംപയർ പുട്ട് ഫോർവേഡ് ബൈ ടാസിറ്റസ്. ടാസിറ്റസ് പറഞ്ഞിട്ടുള്ള റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹിക വിഭാഗങ്ങളെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഓരോന്നിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിരിക്കണം. എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? 3rd സെഞ്ചുറി ക്രൈസിസിലെ ക്വസ്റ്റ്യൻ ഉണ്ടോ? 3rd സെഞ്ചുറി ക്രൈസിസ് അഥവാ റോമിലോ 3-ാം നൂറ്റാണ്ടിൽ പ്രതിസന്ധി വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. എന്താണ് 3rd സെഞ്ചുറി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിൽ റോമൻ എംപയർ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം നേരിട്ട പ്രതിസന്ധിയാണ്. ഒന്നാമത്തെ ഒരു പ്രതിസന്ധി ഒന്നാമത്തെ ഒരു ക്രൈസിസ് എന്തായിരുന്നു? അറ്റാക്ക് ഓഫ് സസാനിയൻ ഡൈനാസി. ഇറാനിൽ ഉണ്ടായിട്ടുള്ള ഒരു രാജവംശമായിരുന്നു ഇത് സസാനിയൻ ഡൈനാസി. ഈ സസാനിയൻ രാജവംശം ആക്രമിച്ചു? റോമക്കാരെ ആക്രമിച്ചു. ഒരു ലിഖിതത്തിൽ പറയുന്നുണ്ട് ആ സസാനിയൻ റൂളർ ആയിരുന്ന ഷെപ്പൂർ ഒന്നാമൻ എന്ത് ചെയ്യാണ്? റോമന്റെ ഈസ്റ്റ് സൈഡ് കിഴക്ക് ഭാഗത്തുള്ള ആന്റിയോക്ക് എന്ന് പറയുന്ന സിറ്റി എന്ത് ചെയ്തു? കോൺകർ ചെയ്തു. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് അറ്റാക്കിങ്? സെസാനിയൻസിന്റെ അറ്റാക്കിങ്. മറുഭാഗത്ത് നിന്ന് അറ്റാക്കിങ്? ബാർബേറിയൻസ്. അല്ലെ, ഒരു സൈഡിൽ നിന്ന് സെസാനിയൻസ് അറ്റാക്ക് ചെയ്തു, മറ്റേ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്തു? ബാർബേറിയൻസ് അറ്റാക്ക് ചെയ്തില്ല, ബാർബേറിയന്മാരുടെ ആക്രമണം. ഒരു ഭാഗത്ത് നിന്ന് സെസാനിയൻസ് ആക്രമിക്കുകയാണ്, മറുഭാഗത്ത് നിന്ന് ബാർബേറിയൻസ് ആക്രമിക്കുകയാണ്. ത്രൂ ഡാന്യൂബ് റിവറിൽ, ഡാന്യൂബ് നദിയിലൂടെ ബാർബേറിയൻസ്, അലൈമെൻസ്, ഗോത്ത്, വിസ്ഗോത്ത്, ഫ്രാങ്ക് എന്നൊക്കെ പറയുന്ന കാട്ടാളന്മാരായിട്ടുള്ള മുന്നിൽ കാണുന്നതെല്ലാം തച്ചു പൊട്ടിക്കുന്ന നിംഡ്ര ബാഹുബലിയിലെ വില്ലന്മാരില്ലേ, അവരെ പോലെയുള്ള ബാർബേറിയൻസ് ആക്രമണം ആര് ഫേസ് ചെയ്തു? ഈ റോമൻ സാമ്രാജ്യം ഒരു ഭാഗത്ത് ഫേസ് ചെയ്തു. ഇതിനൊക്കെ പുറമെ ഈ ഒരു 3rd സെഞ്ചുറിയിൽ 47 കൊല്ലങ്ങൾക്കിടയിൽ 25 എംപറേഴ്സ് ചേഞ്ച് ചെയ്തു വന്നു. 25ഓളം ചക്രവർത്തിമാർ എന്ത് ചെയ്യാണ്? ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇതും ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ നല്ലൊരു KGF ഡയലോഗ് ഉണ്ട്, പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ. ശക്തരായിട്ടുള്ള ആളുകളാണ് ഒരു പ്രദേശത്തെ ശക്തമാക്കുന്നത്. അപ്പം നല്ല റൂളേഴ്സ് റോമൻ സാമ്രാജ്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആർക്കൊരു പ്രോബ്ലമായിട്ട് മാറി? റോമിന് ഒരു പ്രോബ്ലമായിട്ട് മാറി. ഈ 3 പ്രശ്നങ്ങളാണ് ആര് ഫേസ് ചെയ്തത്? റോമൻ എംപയർ. അതെന്താടാ? എക്സ്പ്ലെയിൻ ദ ലേറ്റ് ആന്റിക്വിറ്റി ഇൻ ദ റോമൻ ഹിസ്റ്ററി. റോമൻ ചരിത്രത്തിൽ അവസാനത്തെ പ്രാചീനത്തെ വിശദീകരിക്കുക. അതേപോലെ തന്നെ ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈൻ കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ചും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലേറ്റ് ആന്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 4th to 7th സെഞ്ചുറിയിലെ ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് ലേറ്റ് ആന്റിക്വിറ്റി അല്ലെങ്കിൽ അന്തിമ പുരാതന കാലം അല്ലെങ്കിൽ അവസാനത്തെ പ്രാചീനത എന്ന് പറയുന്നത്. ഈ സമയത്ത് റോമ റൂൾ ചെയ്തിരുന്ന 2 ആളുകളായിരുന്നു ആരൊക്കെ? ഡയോക്ലീഷ്യനും അതേപോലെ കോൺസ്റ്റന്റൈനും. കോൺസ്റ്റന്റൈൻ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്താടാ? ഗോൾഡ് കോയിനിൽ ഒരു ഗോൾഡ് കോയിൻ അഥവാ സോൾഡസ് എന്ന് വിളിക്കുന്ന സ്വർണ്ണ നാണയം കൊണ്ടുവന്നു. Constantine made ക്രിസ്ത്യൻ റിലീജിയൻ ആസ് ദി ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് റോം. റോമിലെ ഔദ്യോഗിക മതമായിട്ട് എന്തിനു മാറ്റി? ക്രിസ്തു മതത്തെ മാറ്റി. അതുമാത്രമല്ല, റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തു. തലസ്ഥാനം മാറ്റിയതും ആരാണ്? കോൺസ്റ്റന്റൈൻ ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം കേട്ടോ. വളരെ വളരെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയോക്ലീഷ്യൻ ചെയ്ത കാര്യങ്ങൾ എന്താ? ഫോർട്ടിഫൈഡ് ദ ബൗണ്ടറീസ്. അതിർത്തികൾ ആവശ്യമില്ലാതെ എക്കണോമിക്കലിയും കൊമേഴ്ഷ്യലും ഒക്കെ പൊളിറ്റിക്കലും ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആകാത്ത പ്ലേസസ്, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫോർട്ടിഫൈഡ് ദ ബൗണ്ടറീസ്, അതിർത്തികൾ എന്ത് ചെയ്തു? കോട്ട കെട്ടി സംരക്ഷിച്ചു. അതേപോലെ തന്നെ ഈ എക്സെപ്റ്റഡ് ദ സിറ്റിസൺ ഫ്രോം ദി കമ്പൽസറി മിലിറ്ററി സർവീസ്. അല്ലെ, അത്രയും കാലം റോമിൽ എന്താടാ? ആളുകൾ നിർബന്ധമായിട്ട് പട്ടാളത്തിൽ ചേരണമായിരുന്നു. ആ നിയമം ഒഴിവാക്കിയതും ആരാണ്? ഡയോക്ലീഷ്യൻ ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓസ്ട്രലോപിത്തേക്കസും ഹോമോയും. ഓസ്ട്രലോപിത്തേക്കസിന്റെ ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓസ്ട്രലോപിത്തേക്കസ് പറഞ്ഞാൽ എന്താ? സദേൺ ഏപ്പ് അല്ലെങ്കിൽ തെക്കൻ കുരങ്ങ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓസ്ട്രലോപിത്തേക്കസിനെയാണ്. എയ്പ്സ്, ആൾക്കുരങ്ങുകളുടെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവർക്ക് ഉണ്ടായിരുന്നു. സ്മോൾ ബ്രെയിൻ, ചെറിയ തലച്ചോറായിരുന്നു. ഹെവിയർ ജോസ്, വലിയ താടിയല്ലായിരുന്നു. ലാർജ് ടീത്ത്, വലിയ പല്ലുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ്? ഓസ്ട്രലോപിത്തേക്കസ്. സദേൺ ഏപ്പ് അല്ലെങ്കിൽ തെക്കൻ കുരങ്ങെന്ന് വിളിച്ചത് ആരെയാണ്? ഓസ്ട്രലോപിത്തേക്കസിനാണ്. ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഇവിടെ പ്രത്യേകത എന്താ? ലാർജ് ബ്രെയിൻ, വലിയ തലച്ചോറായിരുന്നു. ജോസ് വിത്ത് റെഡ്യൂസ്ഡ് ഔട്ട്ബേർഡ് പോസ്റ്റർ ആൻഡ് സ്മോൾ ടീത്ത്, ചെറിയ പല്ലുകളും കുറച്ച് ഉള്ളോട്ടേക്ക് തള്ളി നിൽക്കുന്ന താടിയിലുമുള്ള ആളുകളായിരുന്നു ആര്? ഹോമോ. ഇത് തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. അടുത്ത ദിവസം എന്താടാ? ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ്. അല്ലേ, ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസവും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. എന്താടാ ഹോമിനോയിഡ്സ് പറഞ്ഞാൽ? സ്മോളർ ബ്രെയിൻ, ചെറിയ തലച്ചോറായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. സബ് ഗ്രൂപ്പ് ഓഫ് പ്രിമേറ്റ്സ്, പ്രിമേറ്റുകളുടെ ഒരു ഉപവിഭാഗമായിരുന്നു ആര്? ഹോമിനോയിഡ്സ്. കോഡ്പേഡസ്, നാൽക്കാലികളായിരുന്നു ആര്? ഹോമിനോയിഡ്സ്. ഡു നോട്ട് ഹാവ് എ ടെയിൽ,
എന്താണ്, ഇവർക്ക് വാലില്ലായിരുന്നു. ഈ ഹോമിനോയിഡ്സ് എന്നുണ്ടായ മറ്റൊരു വിഭാഗമാണ് ആര്, ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് പോസ്റ്റർ, നിവർന്നു നിൽക്കാൻ കഴിവുള്ളവരായിരുന്നു. ബൈപ്പെഡൽ ലോക്കോമോഷൻ, ഇരുകാലികളായിരുന്നു. അതുമാത്രമല്ല ലാർജർ ബ്രെയിൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ് അല്ലേ. ഹോമിനിഡ്സിന്റെ പ്രത്യേകം എന്താടാ, വലിയ തലച്ചോറും സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ്, കൈകൾക്ക് വഴക്കവും വൈദഗ്ധ്യവും ഉള്ള ആളുകളായിരുന്നു ആര്, ഹോമിനിഡ്സ്. ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. അടുത്ത ദിവസം എന്താ, റൈറ്റ് എനി 3 ways by which early humans obtained food. ഇതും ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ് ഫുഡ് കളക്ഷൻ? ഒന്നാമത്തെ എന്താ, എങ്ങനെയാണ് ആദ്യകാല മനുഷ്യർ ഫുഡ് കളക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ എന്താ, സ്കാവെഞ്ചിങ് അല്ലേ, ചത്ത ജീവികളുടെ ഭക്ഷണം ശേഖരിക്കുക. പിന്നെ ഒന്ന് ഹണ്ടിങ്, വേട്ടയാടുക. ഗാദറിങ്, മരങ്ങളിൽ നിന്ന് കായ്കളിലും മറ്റും സ്വീകരിക്കുക. അതേപോലെ തന്നെ എന്താടാ, ഇത് പുറമെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, ഏതായിരുന്നു, യെസ്, ഫിഷിങ്, മീൻ പിടിക്കുക. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്തിരുന്നു, ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ എന്ത് ചെയ്യാറ്, ഈ 3 ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് ഓണം എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഓണം എക്സാം കഴിഞ്ഞോ ഇല്ലയോ, അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ, അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇനി ഓണം എക്സാം നടക്കുന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി എക്സാം കഴിഞ്ഞോ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ലൈവുമായിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്, ലൈവിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സ് പിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് സെറ്റാക്കുക, റെഡിയാക്കുക, ഓക്കെ ആക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.